ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു സ്ലീവിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. അത് വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ വളരെ ഭംഗിയുള്ളതുമായിട്ടുള്ളൊരു സ്ലീവിൻ്റെ കട്ടിങ്ങാണിത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു സ്ലീവ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫുൾ ലെങ്ത് വരുന്നത് 20 ഇഞ്ചാണ്. അപ്പോൾ 3 ഇഞ്ച് മൈനസ് ചെയ്ത് ഞാൻ 17 ഇഞ്ചിൻ്റെ ഒരു സ്ലീവാണ് ഇപ്പോൾ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അതിൻ്റെ വിഡ്ത്ത് വരുന്നത് 6 ഇഞ്ചാണ് എൻ്റെ നോർമൽ വിഡ്ത്ത് വരുന്നത്. പ്ലസ് 2 ഇഞ്ച് എക്സ്ട്രാ എടുത്ത് 8 ഇഞ്ചിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി ഈ സ്ലീവിൻ്റെ താഴത്ത് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് 2 സ്ട്രിപ്പ് എടുക്കുക. അപ്പോൾ ഈ ക്ലോത്തിൻ്റെ ലെങ്ത് വരുന്നത് 4 ഇഞ്ചും ക്ലോത്തിൻ്റെ വിഡ്ത്ത് 7 ഇഞ്ചുമാണ്. അതുപോലെ തന്നെ വേറൊരു ക്യാൻവാസ് ഷീറ്റും എടുക്കുക. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 7 ഇഞ്ചും ഷീറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് 3 ഇഞ്ചുമാണ്. അപ്പോൾ നമ്മൾ 3 ഇഞ്ചിൻ്റെ ഒരു സ്ട്രിപ്പാണ് താഴത്ത് വെച്ച് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ക്യാൻവാസ് ഷീറ്റ് 3 ഇഞ്ചിൻ്റെ എടുത്തത്. ഇനി ഈ ക്ലോത്തിലേക്ക് നമ്മൾ ക്യാൻവാസ് ഷീറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ചെടുക്കുക. അപ്പോൾ നമ്മളിത് വയ്ക്കുമ്പോൾ അര ഇഞ്ച് ഗ്യാപ്പ് 2 സൈഡിലും അതിന് വേണം. അതുകൊണ്ടാണ് നമ്മൾ ക്ലോത്ത് 4 ഇഞ്ചിൻ്റെ എടുത്തത്. ഇനിയിപ്പോൾ ക്യാൻവാസ് ഷീറ്റ് ഒന്ന് സെൻറ്ററിൽ നിന്നും ഫോൾഡ് ചെയ്തതിന് ശേഷം നടുക്കൊരു ലൈൻ മാർക്ക് ചെയ്യുക. ആ ലൈനിൻ്റെ 2 സൈഡിലും 1 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. ആ ലൈനിൽ നിന്നും 3 ഇഞ്ച് അതിൻ്റെ ലെങ്ത്തും മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കൊരു വി ഷേപ്പിൽ ഇതൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. ഇപ്പോൾ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ മറ്റേ സ്ട്രിപ്പ് എടുക്കുക. ആ സ്ട്രിപ്പിലേക്ക് അതിൻ്റെ നല്ല വശത്തേക്ക് നമ്മൾ ഈ ക്യാൻവാസ് ഷീറ്റ് ഒട്ടിച്ച ഈ ക്ലോത്തിൻ്റെ നല്ല വശം ഇതുപോലെ വെക്കുക. കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ ഈ ലൈനിൽ നമ്മൾ മാർക്ക് ചെയ്തെടുത്ത ഈ ലൈനിൽ കൂടി വേണം അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ക്യാൻവാസ് ഷീറ്റിൻ്റെ മുകളിൽ കൂടി വേണം ഇതിൻ്റെ ഈ ഒരു വി ഷേപ്പിൽ കൂടി 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ആ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 1/2 ഇഞ്ച് ഗ്യാപ്പിൽ കൂടി ഇത് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഉൾഭാഗത്തെ ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ കട്ട് ചെയ്തിട്ട് അതിന് ചെറിയ കട്ടുകൾ കൊടുക്കുക. അതിന് തിരിച്ചിടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കട്ടുകൾ കൊടുക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റിച്ച് കട്ടാവാണ്ട് വേണം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് തിരിച്ചെടുക്കുക. തിരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. പ്രസ് ചെയ്തെടുത്തിട്ട് നമുക്കതിൻ്റെ മുകളിൽ കൂടി ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതിനുശേഷം നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മേൽ കൂടി ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്താൽ മതി. ഇപ്പം ഞാനിപ്പോൾ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്ലീവ് എടുക്കുക. സ്ലീവിൻ്റെ റോങ് സൈഡിൽ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ റോങ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിലേക്കാണ് ഇതിൻ്റെ സ്റ്റിച്ച് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റോങ് സൈഡിലേക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. സ്ലീവിൻ്റെ സെൻറ്റർ ആദ്യം ഒന്ന് മാർക്ക് ചെയ്യുക. ആ സെൻറ്ററിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ സ്ട്രിപ്പ് എടുക്കുക. ഈ സ്ട്രിപ്പിൻ്റെ ഒരു സൈഡ് അപ്പോൾ നമ്മൾ 2 സൈഡും ഗ്യാപ്പ് അരേഞ്ച് ഗ്യാപ്പ് കൊടുത്തിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു സൈഡ് ഇതുപോലെ നമ്മുടെ സ്ലീവിൻ്റെ റോങ് സൈഡിൽ വെച്ചിട്ട് ഇതുപോലെ 1/2 ഇഞ്ച് ഗ്യാപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇപ്പോൾ സ്റ്റിച്ച് വരുന്ന ആ ഉൾഭാഗം ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്കതിൻ്റെ മേൽ കൂടി ഒന്ന് ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ മേൽ കൂടി വീഡിയോ കാണിക്കുന്ന പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ ഈ സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നല്ല ഭംഗിയുള്ളതുമായിട്ടുള്ളൊരു സ്ലീവാണ് നമുക്കിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് സ്ലീവ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എക്സ്ട്രാ വരുന്ന ഈ ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഈ സ്ലീവിൻ്റെ അവിടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ഫാബ്രിക് ബട്ടണൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ 2 സ്ലീവും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇത് കണ്ടോ ഒരു ഫാബ്രിക് ബട്ടണൊക്കെ വെച്ച് കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.